പന്തീരങ്കാവ് സ്ത്രീധന പീഡന കേസ് റദ്ദാക്കണമെന്ന് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. വാദി തന്നെ അങ്ങനെ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് പിന്നെ പ്രതി രക്ഷപ്പെടാൻ വേറെ എന്ത് വേണം? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു പന്തീരങ്കാവ് പ്രശ്നം. വേണമെങ്കിൽ ഒരു ബ്രീഫ് പറയാം, ചെറിയ ചുരുക്കം പറയാം. ആദ്യം ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞ് മറവീട് ചടങ്ങുണ്ട്, അതായത് അടുക്കള കാണൽ ചടങ്ങ്. അതിനുവേണ്ടി ബന്ധുക്കളെല്ലാവരും അവിടെ ചെല്ലുമ്പോൾ കൊച്ചിൻ്റെ മുഖമെല്ലാം അടിച്ച് നുറുക്കി വെച്ചിരിക്കുന്നു. ഇത് കണ്ട് പേരൻസ് ചോദിക്കുന്നു. ചോദ്യത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അയാൾ മൃഗീയമായി തല്ലി, കഞ്ചാവ് അഡിക്റ്റാണെന്ന് അവർ പറയുന്നു. സ്ത്രീധന പ്രശ്നമുണ്ടായിരുന്നു, സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് അമ്മായിയമ്മയും നാത്തൂനും ഉപദ്രവിച്ചു എന്ന് പെണ്ണ് പറയുന്നു. വലിയ രീതിയിൽ ഭയങ്കര വൈറലായ ഒരു സംഭവം. എനിക്കൊന്ന് കമാൽ പാഷ, അദ്ദേഹം പോലും ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുൻ ജഡ്ജിയാണ്. അപ്പോൾ ഒരു ജഡ്ജിയൊക്കെ വന്നിരുന്ന് പറയുന്ന രീതിയിലേക്ക് ഇത്ര വൈറലായ ഒരു സംഗതിയാണെന്ന് ഓർത്തുകൊള്ളണം. അതുകൊണ്ടാണ് ആ പോയിന്റ് പറഞ്ഞത്. പിന്നീട് നടക്കുന്നതാണ് ചരിത്രം. നമ്മുടെ വാർത്താ മാധ്യമങ്ങളെല്ലാവരും കൂടെ മൈക്കും കൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. ആ കുടുംബത്തിന് നടന്നത് പിന്നെ ഒന്നും പറയാനില്ല. അതുമാത്രമല്ല, ഈ പെൺകുട്ടിയുടെ സ്വഭാവം മോശമാണെന്നും വേറെ ആണുങ്ങളുമായി ബന്ധമുണ്ടെന്നും ആരോ ഫോണിൽ വിളിക്കുമ്പോഴത്തേക്ക് അതേ തുടർന്നുണ്ടായ തർക്കത്തിലാണ് ഈ പ്രശ്നം നടന്നതെന്നും അങ്ങനെ റിലേറ്റ് ചെയ്തിട്ട് കുറേയധികം കാര്യങ്ങൾ അവിടുന്ന് പറയുന്നു. ഒന്നിൽ കൂടുതൽ ബന്ധം, മദ്യപാനം, പെണ്ണിന് നേരത്തെ വിളിച്ചപ്പോൾ കൂടെ ഇറങ്ങി വന്നു, എല്ലാത്തിനും കുറച്ച് പുരോഗമനവാദം, ഇതെല്ലാം തന്നെ അവിടുത്തെ കംപ്ലൈൻറ്റ്. രണ്ട് കൂട്ടരും ഭയങ്കരമായി കംപ്ലൈൻറ്റ്. നല്ല കണ്ടൻറ്റ് ആയിരുന്നു. ഇപ്പോൾ പ്രശ്നം എന്താ പറയുക, വേറൊരു ട്വിസ്റ്റാണ്, അതും ഒരു കണ്ടന്റ്. അതായത് പുള്ളിക്കാർത്തി പറഞ്ഞത് കേൾക്കാം. എന്നാവശ്യപ്പെട്ട് പരാതിക്കാരി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. കുടുംബത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഭർത്താവിനെതിരെ സ്ത്രീധന പീഡനം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന് യുവതി മൊഴി മാറ്റിയിരുന്നു. കേസിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. തലയിൽ ഇവിടെ ഒരു 3 ഇടി, ബാക്കിലൊരിടി, നെറ്റിയിൽ, പിന്നെ ചാർജറിൻ്റെ കേബിള് അത് വെച്ച് എൻ്റെ കഴുത്തിൽ മുറുക്കിനെ കൊല്ലാൻ ശ്രമിച്ചു. അപ്പോൾ ആ സമയത്ത് പുള്ളി പറയുന്നുണ്ട് കൊല്ലും, ആവശ്യമില്ലാത്ത കുറേ അലിഗേഷൻസ്, ഫോൾസ് അലിഗേഷൻസ്. ഇത് ഇപ്പോഴും വന്നതാണ്. ഇതിന് മുമ്പ് അന്ന് നടന്ന സംഭവത്തിൽ പുള്ളിക്കാരത്തി പറഞ്ഞതാണ്. ഇടിച്ചു, കുത്തി, കഴുത്തിലിടി, മൂക്കിലിടി, കഴുത്തിലിടി, പിന്നെ ബാക്കിലിടി, വയറ്റിലിടി, അവസാനം വയറ് വെച്ച് കഴുത്ത് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളത് മുൻപത്തെ കാര്യമാണ്. ഇപ്പോഴത്തെ കാര്യം വീണ്ടും പറയുന്നുണ്ട്. എൻ്റെ തെറ്റാണത്, എൻ്റെ മാത്രം തെറ്റാ. ഈ മൊഴിമാറ്റത്തിനിടെയാണ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. സ്ത്രീധന പീഡനവും വധശ്രമവും ഉൾപ്പെടെയുള്ള കടുത്ത ആരോപണങ്ങൾ നേരത്തെ ഉന്നയിച്ചത് കുടുംബത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്ന് യുവതി സത്യവാങ്മൂലത്തിൽ പറയുന്നു. പരാതിക്കാരിയും ഭർത്താവ് രാഹുൽ പി ഗോപാലുമായി സൗന്ദര്യപ്പിണക്കം മാത്രമായിരുന്നുവെന്നും അത് മാറിയെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വിശദീകരണം. യുവതി സൗന്ദര്യപ്പിണക്കത്തിന്റെ പേരിൽ അവർ പരസ്പരം വേർപിരിഞ്ഞു. ആ പിണക്കം ഇപ്പോൾ തീർന്നു. അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ കോഷ് ചെയ്യുന്നതിനുള്ള അഫിഡവിറ്റ് നോട്ടറി അഭിഭാഷക മുമ്പാകെ ഒപ്പിട്ട് എനിക്ക് നൽകിയിട്ടുണ്ട്. ആദ്യ പ്രകാരത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കോഷ് പ്രൊസീഡിംഗ്സിനായി ഫയൽ ചെയ്തിട്ടുണ്ട്. കേസിൽ ഒരാഴ്ചക്കുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. ഫോറൻസിക് പരിശോധനാ ഫലം കിട്ടിയാലുടൻ കുറ്റപത്രം സമർപ്പിക്കാനാണ് തീരുമാനം. പരാതിക്കാരിക്ക് പറയാനുള്ള കാര്യങ്ങൾ കോടതിയിൽ പറയട്ടെ എന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. മുഹമ്മദ് ഷംസീർ, മീഡിയ 1, കോഴിക്കോട്. മീഡിയ 1 വന്ന ന്യൂസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ആക്ച്വലി ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായോ? പുള്ളിക്കാരത്തേക്ക് മുമ്പ് അഫെയർസ് ഉണ്ടായിരുന്നു, അവനും മുമ്പ് അഫെയർ ഉണ്ട്. അതിനകത്ത് വിവാഹവും നടന്നു. വിവാഹത്തിന് ഒരു ട്രയൽ റണ്ണിങ്ങും ഒക്കെ നടന്ന ശേഷമാണ് ഈ വിവാഹം നടന്നത്. നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ തന്നെ സത്യം. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്താണെന്നറിയാമോ? അവൻ ജർമ്മനിയിലാണ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറാണ്. പുള്ളിക്കാരൻ വിളിച്ച് കൺവിൻസ് ചെയ്ത് കാണും, സോറി പറഞ്ഞു കാണും. ഇത്രയേ ഉള്ളൂ. ഇത് ഒരു വഴക്കുണ്ടായി, സോറി പറഞ്ഞു, പ്രശ്നം കോംപ്രമൈസ് ആകേണ്ടതാണ്. വീട്ടുകാർ പെരിപ്പിച്ച് പൊലിപ്പിച്ച് കാണിച്ച് ഇത്രയും വലിയ ഇഷ്യൂസ് ആക്കി അവൻ്റെ ജോലി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അവനെ വലിയൊരു ക്രിമിനലാക്കി മാറ്റി ആ ചെറുകൻ്റെ ജീവിതം തന്നെ നശകുശ നാറാങ്കട്ടയാക്കി. നമ്മളെ നാട്ടിലൊരു സംഭവം നടന്നിട്ട് ഓടി രക്ഷപ്പെടാൻ പറ്റിയ ഒരു സാധനമാണ് വിദേശം എന്ന രീതിയിലായിരുന്നു എനിക്കന്ന് ഫീൽ ചെയ്തത്. എനിക്കത് ഭയങ്കരമായിട്ട് ഒബ്ജക്ഷൻ ഉള്ള ഒരു കാര്യമാണ്. ഏതും ചെയ്തിട്ട് വിദേശത്തേക്ക് ഓടി കയറി രക്ഷപ്പെടുന്ന ഒരു രീതി ശരിയായ നടപടിയല്ല എന്നുള്ളതാണ്. പിന്നെ കേസും വഴക്ക്. ഈ പറഞ്ഞ പ്രസ്തുത ഇത് വെച്ചിട്ട് ജാമ്യമില്ലാത്ത ഒരു വകുപ്പാണ് ചെറുക്കൻ്റെ പുറത്തുള്ളത്. അന്ന് അവൻ ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് കൊള്ളാം. പോലീസുകാരുടെ കയ്യിലാണ് കിട്ടിയിരുന്നെങ്കിൽ ഇടിച്ച് പഞ്ചപരുവാകുമോ ഇല്ലയോ? മാത്രവുമല്ല, 2 പോലീസുകാർക്ക് അവരുടെ ജോലി, അതായത് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട്. നടപടി എടുത്തിട്ടില്ല എന്നുള്ളത് അവരത് കണ്ടപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായത് ചെറിയ സൗന്ദര്യ പിണക്കമാണെന്ന് അവർക്ക് അന്നേ മനസ്സിലായിട്ടുണ്ടാകുമായിരുന്നു. പക്ഷെ എന്താണെന്നറിയാമോ? ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ ഇങ്ങനെയുള്ള നിയമങ്ങളെ മിസ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ആപ്റ്റായി ആവശ്യമുള്ള പെൺകുട്ടികൾക്ക് ഇത് നിഷേധിക്കപ്പെടും. ചെറിയ വഴക്കാണെങ്കിലും വലിയ വഴക്കാണെങ്കിലും അങ്ങോട്ട് ചെല്ലുമ്പോൾ പോലീസ് കാര്യമായിട്ട് എടുക്കുക പോലുമില്ല. കാരണം ചെറിയ വഴക്കല്ലേ. പിന്നീട് ഇവർ സമരസപ്പെടുന്ന ഒരു രീതിയുണ്ട്. ഒരു കാരണവശാലും ഇതിന് മാപ്പ് കൊടുക്കരുത്. അവന് പകരം ഇവളെ പിടിച്ചകത്തിടണം.
2 ദിവസം ഉണ്ട് തിന്നിട്ടെന്നേ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയെ വെറുതെ വിടരുത്. മൊഴി മാറ്റം അതത്ര ഈസി ആയിട്ട് നടക്കുന്നത് കൊണ്ടാണ് പ്രശ്നം. മുൻപ് ഒരു മർദ്ദനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതറിയാമോ? മധുവിനെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയാം. 26ഓളം പേര് ആണ് അന്ന് മൊഴി കൊടുത്തതെന്നോ, 26 അതിൽ പേര് കൂടുതൽ ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് മൊഴി കൊടുത്ത എല്ലാവരും മൊഴി മാറ്റി പറയുകയും 26 പേരെയാണ് പ്രതി ചേർത്തിരുന്നത്. 26 പേരെയും വെറുതെ വിടുന്നൊരു സീനറി ഉണ്ടായിരുന്നു. അത് മൊഴി മാറ്റം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. മധു മരിച്ചിട്ടില്ലേ? ഉണ്ട്. മധുവിന് ഇടി കിട്ടിയില്ലേ? ഉണ്ട്. അപ്പോൾ ഈ മൊഴിയിൽ പറഞ്ഞതൊക്കെ സത്യമല്ലേ? ആണ്. പിന്നെന്താ ശിക്ഷ കിട്ടാത്തത്? മൊഴി മാറ്റി. ഈ മൊഴി മാറ്റത്തിനെതിരെ ക്രൈമുണ്ട്, അതിന് കേസെടുക്കണം. മൊഴി മാറ്റം നടത്തിയാൽ ഒരു കാരണവശാലും അവരെ വെറുതെ വിടരുതെന്നുള്ളത്. ആ ഒരു ലൂപ്പ് ഹോൾ കൊണ്ടാണ് പലരും രക്ഷപ്പെടുന്നത്. ഇപ്പോൾ ഈ പയ്യന് നാട്ടിലെടുത്തുകയോ സറണ്ടർ ആവുകയോ ചെയ്യേണ്ടി വരില്ല. കാരണം കോടതി അത് എടുത്ത് കളയും, കോഷ് ചെയ്ത് കളയും. കാരണം ഇവൾ പറഞ്ഞല്ലോ എനിക്ക് പരാതിയില്ല എന്ന്. പരാതിയില്ല എന്ന് മാത്രമല്ല, സ്വയം കുറ്റമേൽക്കുകയാണ്. ഇങ്ങനെ സ്വയം കുറ്റമേറ്റ ഇവൾക്ക് ഇനി ഫ്യൂച്ചർ എന്തായിരിക്കും? ഇവളെ പ്രചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിയിലേക്ക് അവൻ വിസ കൊടുക്കും, കൂടെ കൊണ്ടുപോകും. ഇത്രയും വലിയ തിരിച്ചടി കിട്ടിയ ഇവൾക്ക്, അവളുടെ മകനെ പറ്റി ഇത്രയും മോശം പറഞ്ഞ അവൾക്ക് ഇനി ആ കുടുംബത്തിൽ എന്തായിരിക്കും അക്സെപ്റ്റൻസ്? ക്ഷമിച്ച് കൂടെ കയറ്റുമെന്നാണോ? ഒരിക്കലുമില്ല. തൽക്കാലം ഈ കേസ് കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ആത്യന്തികമായ ലക്ഷ്യം. ഈ പെൺകുട്ടി ട്രാപ്പിഡാണ്, അത്രയേ ഉള്ളൂ. പക്ഷെ അത് അർഹിക്കുന്നു. ഒരു വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ സ്വന്തം കുടുംബക്കാരെ പച്ചയ്ക്ക് അമരാവതം പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ തന്നെ കിട്ടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മളെ വളർത്തി വലുതാക്കി ഇത്രയും പഠിപ്പിച്ച് ഈ രീതിയിൽ ആളാക്കിയ അവരെ ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ്. കേസില്ല എന്നങ്ങ് പറഞ്ഞാൽ മതി, പ്രശ്നമില്ല, എനിക്ക് താല്പര്യമില്ല എന്ന്. അത് സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക്കായിട്ട് ഈ പറയേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു? രഹസ്യമായി ഇത് തീർക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോഴും പബ്ലിക്കിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് റോങ് ആണ്. എന്നാലും ഞാൻ പറയുകയാണ്, ഇതിപ്പോൾ പബ്ലിക്കിൽ വന്നിട്ട് സ്വന്തം വീട്ടുകാരാണ് പറയണം ഫോഴ്സ് ചെയ്ത് ചെയ്യിച്ചു. അവർക്കെന്ത് കാര്യം? അവരുടെ മകൾ സ്വസ്ഥമായി ജീവിക്കണമെന്നല്ലേ അവർ ആഗ്രഹിക്കുള്ളൂ. അങ്ങനെ ഒരു വീട്ടിലേക്ക് കെട്ടിച്ച് വിടുമ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ട സീനറി ഉണ്ടല്ലേ അവർ ദേഷ്യപ്പെട്ടത്. തല്ലുന്നത് നല്ല നടപടിയേ അല്ല. ഈ പെൺകുട്ടിക്ക് അത് അറിയത്തില്ല. ഒരു പക്ഷേ എനിക്കിനി ഒരു ജീവിതം ഉണ്ടാകത്തില്ല, എനിക്ക് ഇങ്ങനെ തന്നെ നല്ല പെർഫെക്റ്റ് പെയറെന്ന് തോന്നിയിട്ടായിരിക്കണം, അല്ലെങ്കിൽ എന്താണെന്ന് അറിയത്തില്ല. സംതിങ് ഫിഷിയാണ്. ഇത്തരത്തിലുള്ള വൃത്തികെട്ട മെൻറ്റാലിറ്റിയുള്ള പെൺകുട്ടികളാണ് സത്യത്തിൽ ആപ്റ്റായ, അത്യാവശ്യമായി ഇതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടിൽ കഴിയുന്ന പെൺകുട്ടികൾക്ക് പാരയാകുന്നത്. അനാവശ്യമായ ഇരവാദം, ഒരു കാര്യവുമില്ലാതെയുള്ള ഇരവാദമാണ്. സ്ത്രീകൾക്ക് പ്രിവിലേജ് ഉണ്ട്, അത് വേണ്ട കാര്യമാണ്. പലയിടങ്ങളിൽ സ്ത്രീകൾ വല്ലാണ്ട് പീഡിപ്പിക്കപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും ഒറ്റപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സത്യത്തിൽ ഈ നിയമത്തിനെ നോക്കുകുത്തിയാക്കുന്ന രീതിയിൽ ഇത്തരത്തിൽ കുറേ വെറും എൻ്റെ ഭാഷയിലാണെങ്കിൽ പഞ്ചായത്ത് ജന്മങ്ങളെ എന്ത് ചെയ്യണമെന്നറിയത്തില്ല കേട്ടോ. സത്യത്തിൽ ഭയങ്കര വിഷമം തോന്നിയിട്ടുണ്ടെന്ന് എൻ്റെ കൂടെ ആ പയ്യനോട് തീർത്താൽ തീരാത്ത ഒരു ഇതുമുണ്ട്. കാരണം അവനെതിരെ ഞാനും സംസാരിച്ചിരുന്നു. ഈ പെൺകൊച്ചിൻ്റെ കയ്യിലാണ് മിസ്റ്റേക്കെങ്കിൽ നമ്മളൊക്കെ കുറ്റക്കാരാവുകയല്ലേ? അവനെതിരെ സംസാരിച്ചവരൊക്കെ കുറ്റക്കാരാവുകയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഈ പെൺകുട്ടി അർഹിക്കുന്ന ശിക്ഷ തന്നെ കൊടുക്കണം. മാത്രവുമല്ല, ആ ജോലി നഷ്ടപ്പെട്ട 2 പോലീസുകാരും, ജോലിയല്ല അവരെ സസ്പെൻഡാണ് ചെയ്തിട്ടുള്ളത്, അവരുടെ കോമ്പൻസേഷൻ ചോദിച്ച് കേസിന് പോകണം, വിടരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും ഇനി ഒരാൾ ഇതുപോലെ മൊഴിമാറ്റം പറഞ്ഞ് തോന്നിവാസം കാണിക്കാനുള്ള ഇതുണ്ടാക്കി കൊടുക്കരുത്. അതിനെതിരെ ശക്തമായി പറയണം. അപലപനീയമായ ഒരു കാര്യമാണ് ഈ പെണ്ണ് ചെയ്തിട്ടുള്ളത്. ഇവളെ വിശ്വസിച്ച് കൂടെ നിർത്തുന്നവർക്കൊക്കെ ഇതൊരു പാഠമായിരിക്കട്ടെ. ഇത് തനിച്ച് ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്രയും സെൽഫിഷ് മെൻറ്റാലിറ്റി ഉള്ളൊരു കുട്ടി വേറെ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല. ഇവൾ പറയാതെ, ഇവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാതെ ഇവളുടെ വീട്ടുകാരത് പറഞ്ഞിട്ടുണ്ടാവും. അന്ന് ഈ സ്ത്രീധന വിഷയമൊക്കെ കള്ളമാണെന്ന് നമുക്ക് തെളിയും. കാരണം കേസ് വിലക്കണമെന്നുണ്ടെങ്കിൽ സ്ത്രീധന വിഷയം തന്നെ പറയണം, സ്ത്രീധനത്തിൻ്റെ കാര്യമൊക്കെ പറയണം. സൂചനകൾ അമ്മ കൊടുത്തിട്ടുണ്ടാവും. പഴയ ആൾക്കാരല്ലേ, അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുമുണ്ടാകും. ഇതൊന്നും ഇല്ല എന്നല്ല, പക്ഷെ അതിനെയൊക്കെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട് ഒരു ചെറുക്കൻ്റെ ലൈഫ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവൾ നിന്ന നിലയുണ്ടല്ലോ, ഭയാനകം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇവളെ എങ്ങനെ വിശ്വസിച്ച് അവ ഇനി കൂടെ ചേർക്കുമെന്നും എനിക്കറിയത്തില്ല. രണ്ടാമത്തെ കാര്യം, ആ കുട്ടി ആ സമയത്ത് ഇപ്പോൾ ഇവിടുന്ന് മെയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഏജൻസി, ഇൻ്റർപോൾ എന്ന് പറയുന്നൊരു ഏജൻസിയാണ്, അവരതിനകത്ത് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചെറുക്കൻ എത്രത്തോളം നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അവിടുന്ന് അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അവനെ കയ്യാമം വെച്ച് കൊണ്ടുപോകുന്നത്. എത്ര ക്രിമിനലായി അവനെ മറ്റുള്ളവർ കാണും. ഇപ്പോൾ അവന് കഞ്ചാവ് ഉണ്ടായിരുന്നു, അവൻ സ്ഥിരമായിട്ട് ഇങ്ങനെ ഒരു വൃത്തികെട്ടവനാണ് എന്നുള്ളതിന് തിരിച്ചു മാറി ഇവൾ പറയുമ്പോൾ ചെറുക്കൻ രക്ഷപ്പെടുകയും ഇവളുടെ ലൈഫ് നഷ്ടപ്പെടുകയും ഇവളുടെ കുടുംബം അപമാനിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്. ഇനി ഇതൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ മനക്കെട്ടി അവളുടെ കുടുംബക്കാർക്കുണ്ടാവട്ടെ. ചില പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും കുടുംബത്തിനെ ഇങ്ങനെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങി നിന്നാൽ എന്ത് ചെയ്യാനാണ്? ആ പേരൻസിനെ ഓർത്ത് സഹതാപം മാത്രം, ഈ പെണ്ണിനെ ഓർത്ത് പുച്ഛവും.
ഇങ്ങനെയുള്ള പെൺകുട്ടികൾ സത്യത്തിൽ മറ്റു പെൺകുട്ടികൾക്ക് പാരയാണ്. മറ്റ് പെൺകുട്ടികൾക്ക് കിട്ടേണ്ട ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട ആ ഒരു നീതി നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ചില അടിതൊഴികളൊക്കെ അങ്ങ് സഹിക്കാൻ തയ്യാറാവുകയും അതൊന്നും ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നതും അത് ബൂസ്റ്റപ്പ് ചെയ്ത് കൊടുക്കുന്നതും തുടർന്നും അത് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളത് വസ്തുത. ഈ വിഷയത്തിൽ അവൾ നന്നായി അടി കൊണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അടയാളങ്ങളൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അടിയൊക്കെ കൊണ്ടിട്ടുണ്ട്, പക്ഷെ അത് ക്ഷമിക്കാൻ അവൾ തയ്യാറായിരിക്കുകയാണ്. ആ ക്ഷമ കൊണ്ട് അവന് ജീവിതം തിരിച്ചു കിട്ടും, ഇവൾക്ക് മനസ്സമാധാനവും കിട്ടും. പക്ഷെ പിന്നീട് കിട്ടുന്നത് ഇവളുടെ ജീവിതം നഷ്ടപ്പെട്ടു എന്നൊരിതാണ്. ഈ പെണ്ണുങ്ങൾക്ക് ചില നേരം തീരെ ബോധമോ വിവരമോ ഇല്ലായ്മ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ തീർത്തും ഒരു എന്താ പറയുക, ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമങ്ങളുടെ വശങ്ങൾ ചെറിയ പ്രായത്തിലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് ഒരു പരിധി കഴിഞ്ഞാലെങ്കിലും കുട്ടികൾക്ക് നിയമത്തിൻ്റെ വരും വരായികൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു ക്ലൗസ് ഉണ്ടെങ്കിൽ മൊഴിമാറ്റത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നും പൊതുസമൂഹത്തിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ വക്രീകരിക്കപ്പെടാമെന്നും നശിപ്പിക്കപ്പെടാമെന്നും ഒരു ചെറിയ ബോധം ആ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ ഒരുപക്ഷെ ഇതുപോലെ തോന്നിവാസം കാണിക്കത്തില്ല. അവിടെ ആയാലും ഇവിടെ ആയാലും കുടുംബങ്ങളെയാണ് അവൾ ആക്രമിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. രണ്ട് കുടുംബത്തിലും ഇനി നിൽക്കുക എന്നുള്ളത് വളരെ കഷ്ടപ്പെട്ട കാര്യമായിരിക്കും. ഒറ്റപ്പെട്ട പെൺകുട്ടിക്ക് എന്തൊക്കെ സംഭവിക്കാം. ഏതായാലും കാത്തിരുന്ന് കാണാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവളുടെ ഫേസ് കാണിക്കണമെന്നാണ്. കാരണം ഇനിയും ആരും ആ ചെളിക്കുണ്ടിലേക്ക് പോയി ചാടി കൊടുക്കരുതല്ലോ. അവളുടെ ഫേസ് ഒളിച്ചു വയ്ക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത്തരം കെയറൊന്നും അവൾ ആഗ്രഹിക്കുന്നില്ല, അർഹിക്കുന്നില്ല. പെണ്ണ് എന്ന നിലയിലുള്ള കൺസിഡറേഷൻ ഒന്നും അവൾക്ക് കൊടുക്കേണ്ടതില്ല. പക്ക ക്രിമിനലാണ് സ്ത്രീ. സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ലൈഫ് എടുത്തു വെച്ച് പന്താടാൻ ഒരു മടിയുമില്ലാത്ത ഒരു സ്ത്രീ. അത് മാത്രവുമല്ല, അവളുടെ പേരൻസിന് അവൾ കൊടുക്കുന്ന ഇനാം എന്താണ്? വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ജോലിയിലാക്കി കല്യാണവും കഴിപ്പിച്ചു കൊടുത്ത് അത് നഷ്ടപ്പെട്ടപ്പോൾ ചേർത്ത് പിടിച്ച ആ കുടുംബത്തിന് അവൾ കൊടുക്കുന്ന സമ്മാനം ഇതാണ്. അവൾക്ക് സമാധാനമില്ലത്രേ. സമാധാനമില്ലാത്തവരൊക്കെ ഇതുപോലെ തോന്നിവാസങ്ങളാണോ കാണിക്കുന്നത്? എന്ത് തന്നെയല്ല, ചെറുക്കനെ ഓർത്ത് സത്യത്തിൽ വിഷമമുണ്ട്. പിന്നെ കൈയെടുത്ത് അവളെ തല്ലിയതിനോട് എനിക്ക് യോജിപ്പില്ല. എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞ് ആ ചെറുക്കൻ്റെ ജീവിതം നശിപ്പിക്കാൻ അവൾ തുനിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിൽ നമ്മളും അതിനൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിഷമം തോന്നുന്നുണ്ട്. എന്തായാലും റിഗ്രഷൻ ഇല്ല, ബട്ട് സ്റ്റിൽ നടന്നതൊക്കെ സംഭവിച്ചതൊക്കെ കാര്യമായിരിക്കും. ജർമ്മനിയിലേക്ക് ഒരു വിസ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയെ തയ്യാറായിട്ടുണ്ടാവും. അവൻ ചേർത്ത് പിടിക്കാമെന്നും പറഞ്ഞിട്ടുണ്ടാവും. വൺസ് ഈ കേസ് ഇല്ലാതാവുമ്പോൾ പിന്നെ അവൾക്ക് ഒരു വാല്യൂം ഇല്ലാതാകുന്നു എന്നുള്ളത് അവൾക്ക് മനസ്സിലാവുന്നില്ല. നമ്മളൊരു കേസ് കൊണ്ട് കൊടുക്കുമ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസ് പോലീസ് അന്വേഷിക്കുന്നത് നമ്മൾക്ക് പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടോ ഇല്ലയോ എന്നാണ്. മുൻപ് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സുനൂക്കുത്തിൽ പോയിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെന്ന് പോലീസിന് മനസ്സിലായാൽ നമ്മളുടെ കേസ് അവർ പിന്നെ എടുക്കാൻ അവർ തയ്യാറാവില്ല. അല്ലെങ്കിൽ 100% ജെന്യൂൻ ആണെന്ന് അവർക്ക് തോന്നണം. കൊലയോ അതുപോലുള്ള റേപ്പോ അതുപോലുള്ള സംഗതികളൊക്കെ ആണെങ്കിൽ മാത്രം അവർ ഒന്നുകൂടെ റീതിങ്ക് ചെയ്തെടുക്കും. അല്ലെങ്കിൽ പ്രീവിയസ് ഹിസ്റ്ററിയിൽ നമ്മൾ ഇതുപോലെ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായാൽ നമുക്ക് കിട്ടേണ്ട നീതി പോലും നിഷേധിക്കപ്പെടും എന്നുള്ളതൊരു വസ്തുതയാണ്. ഈ പെണ്ണിന് ഇതൊന്നും മനസ്സിലാക്കാനോ പറഞ്ഞു കൊടുക്കാനോ ആരും ഇല്ല. എന്തായാലും ക്യാഷ് എറിഞ്ഞ് ചെറുക്കൻ അവളെ കൊണ്ട് മൊഴിമാറ്റി എഴുതിപ്പിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവൾക്ക് കൺസിഡറേഷൻ പോലെ ജർമ്മനിയിൽ വിസയും കൊടുക്കുമായിരിക്കാം. ചേർത്ത് നിർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവനും ക്ലവറല്ലേ. തൽക്കാലത്തെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്തതായിരിക്കും. ചേർത്ത് നിർത്തുന്നതും ശരിയായ ഒരു നടപടിയല്ല. വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു സ്ത്രീയല്ല അവൾ. താൽക്കാലിക ആശ്വാസം മാത്രമാണ്. പിന്നൊരു കാര്യമുണ്ട്, വിവാഹ ബന്ധങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയാൻ പോകാതിരിക്കുക. എപ്പോൾ വേണമെങ്കിലും ഇവർ ട്വിസ്റ്റ് ആവും, എപ്പോൾ വേണമെങ്കിലും ഇവർ ചേരാം. പക്ഷേ അതൊരു ശരിയായ നടപടിയല്ല. മറ്റുള്ളവരുടെ സമയം മെനക്കെടുത്തിയും മറ്റുള്ളവരുടെ ഇതും ആ മോറൽ ഇതും മാറ്റിക്കളഞ്ഞിട്ട് അവരെ കൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അപ്പം നമ്മളൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ കാര്യമാണ് പറയണം. നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറേ മാരണങ്ങൾക്ക് നമ്മൾ മീഡിയ അറ്റൻഷൻ കൊടുക്കുന്നതും തെറ്റാണ്. കൊടുത്താൽ ആപ്റ്റായിട്ട് കൊടുക്കുക, അവരുടെ ഫേസ് റിവീൽ ചെയ്യുക, അർഹിക്കുന്ന കാര്യമാണ്. ഒരിടത്തും അടുപ്പിക്കാൻ പാടില്ല. ഇതിനെയൊക്കെ ഭ്രാന്താശുപത്രി കൊണ്ടിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ കുറേ പെൺകുട്ടികൾ ഉള്ളത് കാരണം സത്യം പറഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികൾ അർഹതയുള്ളവർക്ക് പോലും നെഗ്ലക്ഷനാണ്. ചിലർ വളരെയധികം വിഷമത്തിൽ പോയി സ്റ്റേഷനിലേക്കോ വനിതാ കമ്മീഷനിലേക്കോ പോയി കഴിഞ്ഞാൽ വളരെ ഒരു നിസ്സാരമായിട്ട് ഓക്കെ ഇറ്റ്സ് ഓക്കെ മാനേജബിൾ അല്ലെങ്കിൽ ഇതൊക്കെ ശരിയാകും എന്ന രീതിയിൽ പറഞ്ഞ് അതിനെ ഒഴുക്കൻ മട്ടിൽ ഒഴിവാക്കുന്ന ഒരു രീതിയുണ്ട്. സോ അതിന് കാരണക്കാരാകുന്ന ഇത്തരക്കാരാണ്. ഇത് തീർച്ചയായിട്ടും ഈ പെൺകുട്ടിക്ക് പണിഷ്മെൻറ്റ് കൊടുക്കേണ്ട ഒരു ആവശ്യഘട്ടമുണ്ട്. അതിൻ്റേതായ രീതിയിൽ അത് ഇഗ്നോർ ചെയ്ത് പോകുന്നത് ശരിയായ നടപടിയല്ല. കമാൽ പാഷയൊക്കെ ഇതിനകത്ത് ഇടപെട്ട് സംസാരിച്ച സ്ഥിതിക്ക് അദ്ദേഹത്തിനൊക്കെ ഇതിനകത്ത് അഭിപ്രായം പറയാൻ കാണുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരിക്കും ഇതിന് ആക്ഷൻ എടുക്കുകയാണ് വേണ്ടത്, വിട്ടുകൊടുക്കരുതെന്നാണ്. മറ്റുള്ളവരെ മന്ദബുദ്ധിയാക്കിക്കൊണ്ടൊരു കുടുംബം ഈ പറയുന്ന രീതിയിൽ അവർക്കത് ഒരുപാട് രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ മാപ്പ് തരാൻ പറ്റുമോ? നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്ന കാര്യമാണോ? നിസ്സാരമായിട്ടങ്ങ് പറയുകയാണ്, ഞാൻ എന്നത് വെറുതെ പറഞ്ഞതാണ്, എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ കള്ളത്തരം പറഞ്ഞതാണ്, എനിക്ക് ദേഷ്യം വന്നിട്ട്
ഒരു ദേഷ്യം വരുമ്പോൾ ഇവൾ എന്തെല്ലാം പറയും. ഈ അച്ഛനോടും അമ്മയോടും പറയണം, എൻ്റെ പൊന്നു സഹോദര, നിങ്ങൾ വീട്ടിൽ ചേർത്ത് നിർത്തല്ലേ, നിങ്ങൾക്കെതിരെയുള്ള റേപ്പ് അറ്റംപ്റ്റിന് കേസ് കൊടുക്കും. അമ്മാതിരി സ്വഭാവമാണതിന്. അതിനെ വിശ്വസിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർത്തും വൃത്തികെട്ട ഒരു ടേ. താങ്ക് യു സോ മച്ച്.